സിറിയയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. സിറിയയിൽ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. 6 പേര് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ആദ്യം വന്ന വാർത്ത. പക്ഷേ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു, ഈ കൊല്ലപ്പെട്ടതിൽ ഇറാൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ, റവല്യൂഷണറി ഗാർഡിൻ്റെ തലവനായ ഉന്നത ഉദ്യോഗസ്ഥൻ കൂടിയുണ്ട്. അതായത് അവിടെ ചെന്നിരിക്കുകയാണ്. അവിടെ ചെന്നിരുന്നിട്ട് പോലും ഇസ്രായേൽ വെറുതെ വിട്ടില്ല. അല്ല, ഇപ്പം ഇസ്രായേൽ വെറുതെ വിട്ടില്ലെന്നല്ല, ഇപ്പം ജോണിയുടെ റൂട്ട് മനസ്സിലായോ? ഇസ്രായേൽ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലായോ? ഏപ്രിൽ 5 ഇതുപോലൊരു മിസൈൽ ആക്രമണത്തിന് മുമ്പ് അവിടെ ഒരു ഡ്രോൺ ആക്രമണത്തിൽ സൈനികർ മരിച്ചത് എവിടെ? ഹമാസ് ഇവിടെ, ഓർമ്മയുണ്ടോ? ഹമാസിനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നും ഹമാസിനെ സഹായിച്ചത് ഇറാന്റെ സൈനിക ഉദ്യോഗസ്ഥരെയാണ് കൊന്നത്. ഔദ്യോഗികമല്ലാത്ത സ്ഥലത്ത് വെച്ചാണ് കൊന്നത്. സൈനിക ആവശ്യത്തിന് വേണ്ടിയല്ല അവിടെ ഇരിക്കുന്നത്. അവരുടെ കൂടെ ചർച്ച ചെയ്ത് മൊത്തം ഹമാസിന്റെ നേതാക്കന്മാർ. എന്തിന് തീവ്രവാദികളുടെ നേതാക്കന്മാരെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനകത്ത് ഇറാൻ പോയി ഇടപെടുന്നു? ഒന്ന്. രണ്ടാമത്, കഴിഞ്ഞ ദിവസത്തെ മിസൈൽ ആക്രമണത്തിന് കാരണം പറഞ്ഞത് എന്തുവാ? ഹമാസ് നേതാവിനെ കൊന്നു. ഹമാസ് നേതാവ് ആരാ? ഇവിടെ ഇറാന്റെ പ്രസിഡന്റാണ്. അത് കഴിഞ്ഞിട്ട് നസറുള്ളയെ കൊന്നു. നസറുള്ള ആരാ? ഔദ്യോഗികമായിട്ട് ഏതെങ്കിലും സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് ആണോ? ഒന്നുമല്ലല്ലോ. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികളെ, IS, മറ്റിതുപോലെ തീവ്രവാദ സംഘടനകളെ, ഇവരെയെല്ലാം ലോകത്തിന് നാശമുണ്ടാകുന്ന രീതിയിലേക്ക് നയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഇറാൻ എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇത്തരത്തിലുള്ള തീവ്ര ഗ്രൂപ്പുകളെ ലോകത്തിന് നാശമായിട്ടുള്ളതിന് വളർത്തിയെടുക്കുന്നതിന് കാരണക്കാരനായിട്ടുള്ള ഇറാഖ് ആദ്യം അടിക്കുന്നത് ഇസ്രായേലിനെയാണെന്ന് ഇസ്രായേൽ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇനി ഇത് സഹിക്കാൻ വയ്യ, എന്നിട്ടും ഞങ്ങൾ അവരെ അടിച്ചില്ല. ഡയറക്റ്റ് ഞങ്ങളെ കയറി അടിച്ചു, ഞങ്ങൾ തിരിച്ചടിക്കും. ഇപ്പോൾ അവർ റൂട്ട് മാറ്റിയത് എന്തിനാണെന്നറിയാം? അവരുടെ റൂട്ട് അവരുടെ കൃത്യമാണ്. അവർ ഹമാസിനെ അടിച്ചു, ലെബനിൽ കയറി അവിടെ താവളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ താവളത്തിലേക്ക് വരുന്ന ആയുധ ശേഖരം, അവിടത്തേക്ക് ഡയറക്റ്റ് ആയുധം വന്നുകൊണ്ടിരുന്നു. ലെബനിൽ ആയുധം വന്നാൽ ഇനി ഇറക്കാൻ പറ്റത്തില്ലെന്ന് കണ്ടുകൊണ്ട് ഈ രാജ്യത്തിൽ കൂടി, കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞതല്ലേ, ഈ രാജ്യത്തിൽ കൂടിയാണ് ഇപ്പം ആയുധം വരുന്നത്. നേരത്തെയും വന്നിരുന്നു. 1-2 സോഴ്സ് ഉണ്ട്. അവിടെ കയറി അടിക്കുമോ? അവിടെ കയറി അടിച്ചപ്പോൾ ആരായാവുന്നേ? ഇറാനിലിരിക്കേണ്ട ആളാണ്. വേറെ രാജ്യത്ത് ഇയാളെയും കൂടെ ലക്ഷ്യമിട്ടിട്ടാണ് അവര്. എവിടെ തീവ്രവാദികളെ അടിക്കുന്നു അവിടെ ചാവുന്ന ഇറാന്റെ സൈനികരാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ഇറാന്റെ പണി എന്തുവാ? ഇറാന്റെ പണി തീവ്രവാദികളെ വളർത്തുകയാണ്. അപ്പൊ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അത് മനസ്സിലാക്കി ഇസ്രായേൽ അടിക്കുന്നേ. ബാക്കി ടോക്കിയും പേജർ ആക്രമണം വന്നപ്പോ പേജർ പൊട്ടിത്തെറിച്ചപ്പോ ഇറാന്റെ ഇത് അംബാസഡർ കണ്ണാ പോയത്. പേജർ പൊട്ടിത്തെറിക്കുന്നത് ഹിസ്ബുള്ളയുടെ കയ്യിലിരുന്ന പേജറാണ് പൊട്ടിത്തെറിക്കുന്നത്. എവിടൊക്കെ ലോകത്ത് എവിടൊക്കെ ഹിസ്ബുള്ളയുടെ കയ്യിൽ പേജർ ഉണ്ടായിരുന്നു ആ പേജർ പൊട്ടിത്തെറിച്ചു. അത് വളരെ വിദഗ്ധമായിട്ട് ഇസ്രായേൽ ചെയ്തൊരു കാര്യമാണ്. ഇസ്രായേലിന് അറിയാമായിരുന്നു ആരൊക്കെയാണ് ചാരന്മാർ, ആരുടെയൊക്കെ കയ്യിലാണ് ഈ 5000 പേജർ ഇരിക്കുന്നതെന്ന്. ഒരു നടക്ക് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരെ അവരെ ട്രാക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. താഴെ തട്ട് വരെ ഇതിന്റെ ലിങ്ക് ആരുടെ കയ്യിൽ ഇരിപ്പുണ്ടോ അവനെല്ലാം തീർണമെന്നുള്ളതാണ്. അത് ഉന്നതനായാലും ചെറിയവനായാലും ഏതൊക്കെ രാജ്യത്തിരുന്നിട്ടുണ്ടോ അവരൊക്കെ എല്ലാം പൊട്ടിത്തെറിച്ചു. എങ്ങനെ ഇറാന്റെ അംബാസഡർ പൊട്ടിത്തെറിക്കുന്നു? ഇറാന്റെ പണി എന്തുവാ? ഇറാൻ തന്നെയാണ് ഹിസ്ബുള്ള, ഇറാൻ തന്നെയാണ് ഹമാസ്, ഇറാൻ തന്നെയാണ് ഹൂതി, ഇറാൻ തന്നെയാണ് IS, ഇറാൻ തന്നെയാണ് പാലസ്തീൻ റവല്യൂഷൻ. ഇത് തന്നെ പറഞ്ഞല്ലോ. അതിന്റെ ഫലം അനുഭവിക്കും. അതിനിപ്പോ ആരാ സപ്പോർട്ട്? ആരും സപ്പോർട്ടില്ല. ഇവര് ഈ ഇതുണ്ടല്ലോ, 2 എണ്ണം, ഈ മുസ്ലിങ്ങൾ 2 എണ്ണമല്ലോ. ഒന്ന് സുന്നി, ഒന്ന് ഷിയ. ഇത് ഷിയ രാജ്യമാണ്. ഈ ഷിയ ലോകത്തെ ഏക ഷിയ രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ്. ആ ഇറാനാണ് ലോകത്തെ മറ്റ് ഏറ്റവും കൂടുതൽ രാജ്യം ഇസ്ലാമിക രാജ്യങ്ങൾ. ബാക്കി എല്ലാ രാജ്യങ്ങളും സുന്നി രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളെ മൊത്തത്തിൽ ആക്രമിക്കുന്നതിന് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. മൊത്തത്തിൽ ആക്രമിക്കുന്നതിന് ഇറാന് സാധ്യമാകാതെ വരുന്നത് കൊണ്ട് ആ രാജ്യങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഉണ്ടാക്കി രാജ്യത്തുടനീളം വിട്ട് അവരെ ആക്രമിക്കുന്നതാണ് ദൈവത്തോട് ചെയ്യുന്ന കടമ എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യം. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഈ നമ്മൾ ശരിയായിട്ടുള്ള മുസ്ലിം വിശ്വാസികളെ അല്ല നമ്മൾ ഇപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം. ശരിയായിട്ടുള്ള മുസ്ലിം വിശ്വാസികളുടെ വിശ്വാസം വേറൊരാളെ കൊല്ലുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ
ഈ ഷിയ സുന്നി വിഭാഗത്തിനകത്ത് ഷിയ മുസ്ലിങ്ങൾ വിചാരിക്കുന്നത് സുന്നികളെ കൊന്നാൽ മാത്രമാണ് സ്വർഗം കിട്ടുകയും അല്ലെങ്കിൽ നേട്ടം കിട്ടുകയും ഈ പറയുന്ന സ്വർഗത്ത് പോയി ഹൂറികളെ കാണാൻ പറ്റുകയും സ്വർഗത്ത് പോയി മധ്യപ്പുഴയിൽ കുളിക്കാൻ പറ്റുകയും അല്ലെങ്കിൽ അത് സേവിക്കാൻ പറ്റുകയും അത് അവരാഗ്രഹിക്കുന്ന രീതി ജീവിക്കാൻ പറ്റുകയും ഒക്കെയാണ് വിചാരിക്കുന്നത്. അത് ഇസ്ലാം അല്ലാത്ത ആരെ കൊന്നാലും സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ഇസ്ലാം ബാക്കിയുള്ള ജാതിക്കാരനെ കിട്ടിയില്ലെങ്കിൽ അടുത്ത സുന്നിയുടെ പുറത്തോട്ടാ. ഇതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നസറുള്ള എന്ന് പറഞ്ഞവരാണല്ലോ 1 ലക്ഷം സുന്നികളെ കൊന്നേ. വേറൊരു രാജ്യത്ത് ഇവന്റെ വിഭാഗത്തിലുള്ള ഒരു പ്രസിഡന്റിന് എതിരെ പ്രക്ഷോഭം നടത്ത ആ രാജ്യത്തെ 1 ലക്ഷം വരുന്ന ജനങ്ങളെ കൊന്നേ. അറിയാവോ? ഷിയ വിഭാഗത്തിൽ വരുന്ന പ്രസിഡന്റ് ആയിരുന്നു ആ രാജ്യത്തിനകത്ത്. മനസ്സിലായി? ആ രാജ്യത്തിനകത്ത് സമരം നയിച്ചുകൊണ്ടിരുന്ന സുന്നി വിഭാഗം. ഇദ്ദേഹം അവിടെ നിന്നിട്ട് ആ സമരം നയിച്ചുകൊണ്ട് ഇതിനകത്ത് 1 ലക്ഷം എന്താ അവർ മുസ്ലിങ്ങളല്ലേ? അവരും വിളിക്കുന്ന അള്ളാഹുവിനെ അല്ലേ? അപ്പൊ അവരെ കൊന്നാളാ ഇയാള്. ഇപ്പൊ സങ്കടപ്പെടുന്നല്ലോ ആൾക്കാര്. പലരും ഇദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ അഭിമാനിക്കുന്നല്ലോ. സ്വന്തം മക്കളുടെ പേര് ഇത് ഇടാൻ നിൽക്കുന്നല്ലോ. എന്തിന്റെ അഭിമാനം? എന്താണ് അവരുടെ കാര്യം? ബാക്കിയുള്ള ഈ ലോകത്ത് ഉണ്ടായിരിക്കുന്ന മനുഷ്യനെ വേർതിരിച്ച് കാണുകയും ലോകത്തുണ്ടാകുന്ന മറ്റു മനുഷ്യനെ സഹജീവികളെ കൊല്ലുമ്പോൾ സ്വർഗം കിട്ടുമെന്ന് രാജ്യം മൊത്തം വിളിച്ചു പറഞ്ഞ് അതെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടി ഒരു രാജ്യം തന്നെ കൂട്ടുനിൽക്കുകയും അത് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതാണോ ഈ രാജ്യത്തോട് കാണിക്കുന്ന സന്ദേശം? ഇല്ലായ്മയാണ്. അതിന് ഇസ്രായേലിൻ്റെ കൂടെ ഞാൻ മനസ്സുകൊണ്ടുണ്ട്, ലോകം മൊത്തം മനസ്സുകൊണ്ടുണ്ട്. ആ രീതിയിൽ പോകുന്നതന്നെ നല്ലത്. ഇസ്രായേൽ പറഞ്ഞതൊക്കെ ശരിയല്ലേ ജോണേ? ഞങ്ങളെ ആക്രമിക്കുന്നു. ഇതിനെ തീവ്രവാദ ഗ്രൂപ്പുകൾ മൊത്തം സഹായം ചെയ്യുന്ന ഇറാനാണ്. അതിന് വേറെ ചില രാജ്യങ്ങളും ഉണ്ട്. ആ രാജ്യങ്ങളെല്ലാം ഞങ്ങൾ അടിക്കും. ഇതുവരെ ഉണ്ടെന്ന് പറഞ്ഞാൽ ലോകക്രമം അനുസരിച്ച് രാജ്യങ്ങൾ ഒരു രാജ്യത്തോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ക്രമം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും. അതിനി ആര് പറഞ്ഞാലും അടിക്കും. അത് പണ്ടും അടിച്ചിട്ടുണ്ട്, ഇപ്പോഴും അടിച്ചിട്ടുണ്ട്, ഇനി അടിക്കും. ഇത് ഇസ്രായേൽ പറഞ്ഞ കാര്യം. ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല. ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. അത് പണ്ടും അടിച്ചിട്ടുണ്ട്, ഇന്നും അടിക്കും, നാളെ അടിച്ചിരിക്കും. മനസ്സിലാവും? ഈ സിറിയ വഴി ആയുധങ്ങൾ വരുന്നു. ഹിസ്ബുള്ളയുടെ കേന്ദ്രത്തിലേക്ക് ആയുധങ്ങൾ വരുന്നു. സിറിയ വഴിയാണ് കടത്തുന്നത്. അവരുടെ സൈനിക ഡിപ്പോകൾ വഴിയാണ് അത് കടത്തുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഇസ്രായേൽ സിറിയയിൽ കയറി ആക്രമിച്ചത്. സിറിയയിലെ തുറമുഖ നഗരങ്ങളെ ആക്രമിക്കുന്നു, അവരുടെ സൈനിക ഡിപ്പോ ആക്രമിക്കുന്നു. അത്തരം പ്രദേശങ്ങളൊക്കെ ഇല്ലാതാക്കി ഈ ആയുധങ്ങൾ കടത്തുന്ന ഇടങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ അങ്ങനെ ആ ലക്ഷ്യം അവർ ലക്ഷ്യം വെച്ച് ആക്രമിക്കുമ്പോഴാണ് ഇദ്ദേഹം അവിടെ ചെന്ന് പെടുന്നത്. അതങ്ങനെ യാദൃച്ഛികമായിട്ട് ചെന്ന് പെടുന്നതല്ല. അപ്പോൾ ഇസ്രായേലി പറഞ്ഞത് ശരിയാണ്. അവർ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞതെല്ലാം ശരിയാണ്. കാരണം ഇറാൻ്റെ സൈനിക തലവൻ, ഉന്നത ഉദ്യോഗസ്ഥൻ ഈ സിറിയയിൽ വന്ന് ഇതുപോലെ അവർ പറയുന്ന ഒരിടത്ത്, അവർ പറയുന്നത് ഇതുവഴിയാണ് ഇത് പോകുന്നത്, ആ ഇടത്ത് തന്നെ ഇയാൾ അവിടെ ഉണ്ട്, ആ ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പം അയാൾ ചുമ്മാ എന്ന് കയറി കൊടുക്കുന്നത്. ഇറാനിൽ നിന്ന് നേരെ ഓടി വന്ന് സിറിയയിലോട്ട് ഓടിക്കയറാനൊന്നും പറ്റത്തില്ല. അപ്പം അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുകയാണ്. ഈ ആയുധങ്ങൾ കടത്തുന്നതിന് ഈ ഇറാൻ്റെ കൃത്യമായ പിന്തുണ സിറിയ വഴി കടത്തുന്നതിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവരുടെ ലക്ഷ്യവും അത് തന്നെയാണ്. എൻ്റെ ലക്ഷ്യം ഈ ഷിയ രാജ്യമാണ്. അപ്പോൾ ഈ നമ്മൾ നേരത്തെയൊക്കെ നമ്മുടെ ഫഖ്റുദ്ദീൻ സാറൊക്കെ പറയുന്ന പോലെ ലോക മുസ്ലിങ്ങളുടെ നേതാവാകാൻ വേണ്ടി നടക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷെ ആരും അംഗീകരിക്കത്തില്ല. എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ലോക മുസ്ലിങ്ങളുടെ നേതാവാണെങ്കിൽ ഖൊമൈനിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അദ്ദേഹം ലോകത്തെ എല്ലാ മുസ്ലിം രാജ്യങ്ങളുടെയും ഉന്നത നേതാവായി മാറണം എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഒരു മാർഗം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലോക മുസ്ലിങ്ങളുടെ നേതാവാകുന്നതിന് ഖുമൈനി ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു സമുദായം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുസ്ലിം സമുദായമാണ്, രണ്ടാമത് ക്രിസ്ത്യൻ സമുദായമാണ്, അതിന് ശേഷമായിരിക്കുമല്ലോ ഹിന്ദുവും ബാക്കിയുള്ള അല്ല ബുദ്ധനും അങ്ങനെയൊക്കെയാണ്. പോട്ടെ, ഒന്നാമത് ക്രിസ്ത്യാനി, രണ്ടാമത് മുസ്ലിങ്ങൾ. ഈ ഇയാൾക്ക് ലോകത്തെ മുസ്ലിങ്ങളെ നേതാവണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഈ ബാക്കിയുള്ള ലോകത്തുള്ള മുസ്ലിങ്ങളെ എല്ലാം കൊന്ന് കൈകാര്യം ചെയ്താൽ മാത്രം, ഇപ്പോൾ ഇറാനിൽ മാത്രമായിട്ട് മുസ്ലിങ്ങൾ ഉണ്ടായാൽ മാത്രമേ ആ ഒരു ആഗ്രഹം നടക്കത്തുള്ളൂ. ഒരു പക്ഷേ അതിനുവേണ്ടിയുള്ള ശ്രമമായിരിക്കും ഈ ഖൊമൈനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് ലോക മുസ്ലിങ്ങളുടെ നേതാവാവണമെങ്കിൽ ബാക്കി ലോകത്തുള്ള മുസ്ലിങ്ങളെ എല്ലാം ഇല്ലായ്മ ചെയ്താലേ നടക്കത്തുള്ളൂ. അല്ലാതെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ അംഗീകരിച്ചു പോകുന്ന കാര്യമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ അത്തരത്തിൽ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. ഒറ്റ രാജ്യം, ഷിയ രാജ്യം എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ രാജ്യമുള്ളൂ. ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം വളരെ കുറച്ചേ ഉള്ളൂ സുന്നി. അത് ബാക്കി ഷിയ എല്ലാം ബാക്കി സുന്നികൾ കൈകാര്യം ചെയ്തോളൂ. അവർ പരസ്പരം ആരോടും പ്രശ്നമില്ലെങ്കിൽ
പിന്നെ പ്രശ്നം പരസ്പരമാണല്ലോ, ഈ ഷിയ സുന്നി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആഗ്രഹം നടക്കണം ഈ ഒരു മാർഗ്ഗമുള്ള, ആ ഒരു മാർഗത്തിൽ കൂടിയാണ് പുള്ളി മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്, എവിടെ തീവ്രവാദികളുടെ മുഖം മൂടി മാറ്റിയാലും അവിടെ കാണാൻ പറ്റുന്ന ഒരു മുഖം ഇറാന്റെ ഖുമേനിയുടെ മുഖമാണ്. മനസ്സിലായില്ലേ? എവിടെ തീവ്രവാദികളുടെ മുഖം മൂടി മാറ്റിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഖുമേനിയുടെ മുഖമാണ്. അത് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞത്. ഇത് ഒരു മുഖം മൂടി മാത്രമാണ് ഇറാന്റെ പുറകിൽ മൊത്തം തീവ്രവാദികളാണ്, തീവ്രവാദികളുടെ കേന്ദ്രമാണ്, അല്ലെങ്കിൽ തീവ്രവാദികളുടെ ഹബ്ബാണ് ഇറാൻ. അത് ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറി അടിക്കുന്നില്ല, ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ വിടത്തില്ല.